സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ, അതെ, അവിടുന്ന് നിർവഹിച്ച ഏറ്റവും മഹത്വമേറിയ ഹജ്ജ് എന്ന് പറയുന്ന ഹജ്ജത്തുൽ വദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 10ാമത്തെ വർഷം ഒരു ദുൽഖഅദ 25-ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ഹജ്ജ് നിർവഹിക്കാൻ പുറപ്പെടുന്നു. ആ വിളംബരം കേട്ടപ്പോഴേക്ക് വലിയ ആവേശമായിരുന്നു മദീനയിലും പരിസരങ്ങളിലുമെല്ലാം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങൾ ഒഴുകാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഹജ്ജ് ചെയ്യുവാനുള്ള അവസരം കിട്ടുക എന്നത് ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പോകുന്നു എന്ന പ്രഖ്യാപനമുണ്ടായപ്പോഴേക്ക് മദീനയുടെയും പരിസരങ്ങളുടെയും അതുപോലെ തന്നെ മക്കയുടെയും എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ കൂട്ടത്തോടെ ഒഴുകാൻ തുടങ്ങി. എത്രത്തോളം അവിടെ നിന്ന് മദീനയിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും അതേ ദുൽഖഅദ 25-ന് പുറപ്പെടുമ്പോൾ ജാബിർ റളിയല്ലാഹു തആല അൻഹു, ആ രംഗത്തിന് സാക്ഷിയായ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, നദർതു ഇലാ മദ്ദി ബസരി ബൈന യദൈഹി മിൻ റാകിബിൻ വമാശിൻ വഅൻ യമീനിഹി മിസ്ല ദാലിക വഅൻ യസാരിഹി മിസ്ല ദാലിക വമിൻ ഖൽഫിഹി മിസ്ല ദാലിക. ഞാൻ എൻ്റെ കണ്ണെത്തുന്ന ദൂരത്തേക്ക് മുന്നോട്ട് നോക്കുമ്പോൾ, എൻ്റെ മുന്നിലേക്ക് ഞാൻ നോക്കുമ്പോൾ കണ്ണെത്തുന്ന ദൂരത്ത് മുഴുവനും സഹാബിമാര് നിറഞ്ഞൊഴുകുകയാണ്. യാത്രക്കാരുമുണ്ട്, വാഹനത്തിലുള്ളവരും നടക്കുന്നവരുമുണ്ട്. എന്റെ വലതുഭാഗത്തേക്ക് നോക്കുമ്പോ, വലത്തോട്ട് നോക്കുമ്പോ എന്റെ കണ്ണെത്തുന്ന ദൂരത്ത് മുഴുവനും ആളുകൾ നിറഞ്ഞു കിടപ്പാണ്. എന്റെ ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോൾ കണ്ണെത്തുന്ന ദൂരത്ത് മുഴുവനും ആളുകൾ, ജനക്കൂട്ടം തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. എന്റെ പിന്നിലേക്ക് ഞാൻ നോക്കുമ്പോൾ എന്റെ കണ്ണെത്തുന്ന ദൂരത്ത് മുഴുവനും ജനക്കൂട്ടം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു വൻ ജനാവലിയെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. 1,00,000-ലേറെ, 1.25 ലക്ഷത്തോളം, 1,24,000 എന്നും 1,44,000 എന്നുമൊക്കെ അഭിപ്രായങ്ങളുണ്ട്. എന്തായാലും ലക്ഷത്തിൽ കവിഞ്ഞ അനുയായികളെയുമായി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് ജീവിച്ചിരിപ്പുള്ള ഭാര്യമാരെയും കൂടെ, അതുപോലെ തന്നെ മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയും കൂടെയുണ്ട്. എല്ലാവരും ഒന്നിച്ചുകൊണ്ട് മക്കയിലേക്ക് ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുന്നു. അങ്ങനെ മക്കയിൽ പ്രവേശിക്കുന്നതിന്റെ മുമ്പ് മദീന ഭാഗത്തു നിന്ന് പോകുന്ന ആളുകൾക്ക് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ട സ്ഥലത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇറങ്ങി താമസിച്ച് അവിടെ നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കുന്നു. ഹജ്ജ് ചെയ്യാനുള്ള ഇഹ്റാമിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും ഇഹ്റാം ചെയ്യുകയാണ്. അങ്ങനെ ഇഹ്റാം നിർവഹിച്ചതിന്റെ ശേഷം തെൽബിയത്ത് മുഴക്കിക്കൊണ്ട് ആ സംഘം മുന്നോട്ട് നീങ്ങുകയാണ്. ദുൽഹജ്ജ് 4-ന് അവർ മക്കയിൽ എത്തിക്കഴിഞ്ഞു. ദുൽഹജ്ജ് 4-ന് അവർ മക്കയിലെത്തി ഉംറ നിർവഹിച്ചു കഴിഞ്ഞു. ദുൽഹജ്ജ് 8-നാണല്ലോ ഹജ്ജ് ആരംഭിക്കുന്നത്. ദുൽഹജ്ജ് 8-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സംഘവും മിനായിലേക്ക് പോയി. രാത്രി അവിടെ മിനായിൽ കഴിച്ചുകൂട്ടുകയാണ്. പിറ്റേന്ന് സൂര്യോദയത്തിന്റെ ശേഷം തന്റെ ഒട്ടകപ്പുറത്ത്, ഖസ്വാ എന്ന പേരുള്ള തന്റെ ഒട്ടകപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫാത്തിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ അറഫാത്തിന്റെ ഒട്ടുപ്പുറത്ത് നെമിറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി ഒരു ചെറിയ ടെന്റ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അല്പനേരം വിശ്രമിച്ച് സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റി ദുഹറിന്റെ സമയമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫാത്തിലേക്ക് ബത്നുൽ വാദിയിൽ പ്രവേശിച്ച് അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വാഹനപ്പുറത്തിരുന്നു കൊണ്ട് അത്യുച്ചത്തിൽ പ്രസംഗിക്കുന്നു. അതാണ് അവിടുത്തെ പ്രസിദ്ധമായ അറഫാത്തിലെ പ്രസംഗം. അതാണ് അവിടുത്തെ വിടവാങ്ങൽ പ്രസംഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലക്ഷങ്ങളാണ്, ലക്ഷത്തിലും അപ്പുറമുള്ള ജനക്കൂട്ടം എത്തി നിൽക്കുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുമ്പോൾ അവിടുത്തെ ശബ്ദമെത്താത്ത വല്ല സ്ഥലങ്ങളും ഉണ്ടായി പോകരുതെന്ന നിലക്ക് അന്ന് സ്പീക്കറില്ല, സംവിധാനങ്ങളില്ല. ലക്ഷത്തിൽ പരം വരുന്ന ആളുകൾക്ക് ഇത് കേൾക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്യുച്ചത്തിൽ തന്നെ പ്രസംഗിക്കുകയാണ്. ഇനി ആരെങ്കിലും കേൾക്കാതെ പോകരുതെന്ന നിലക്ക് മഹാനായ റബീഅത്ത് ബിൻ ഉമയ്യത്ത് റളിയല്ലാഹു അൻഹു
ആ പ്രസംഗത്തിലെ വാചകങ്ങൾ ഇങ്ങനെ കുറച്ചപ്പുറത്ത് നിന്നുകൊണ്ട് അതേ കേൾക്കാത്തവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ആവർത്തിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഇതുവരെ താൻ വളർത്തിയുണ്ടാക്കിയ തന്റെ അനുയായികളെ നിറകണ്ണുകളോട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്ന രംഗമാണത്. താൻ ഇതുവരെ വളർത്തിയുണ്ടാക്കിയ വിശ്വാസം ശുദ്ധീകരിച്ച, കർമ്മങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത, സ്വഭാവങ്ങൾ സംസ്കരിച്ചെടുത്ത, സനാതന മൂല്യങ്ങൾ പകർന്നുകൊടുത്ത, നീതിയും ധർമ്മവും പ്രഖ്യാപിച്ച് പകർന്നുകൊടുത്ത, അശ്ലീലതകളെയും അധർമ്മങ്ങളെയും പിഴുതെറിഞ്ഞ ഒരു സമൂഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ ഒന്നായി കിട്ടിയിരിക്കുകയാണ്. സർവരും അവിടുത്തെ പ്രസംഗത്തിന് സാഗൂതം കാതോർത്തിരിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രസിദ്ധമായ വിടവാങ്ങൽ പ്രസംഗത്തിൽ ധാരാളം കാര്യങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ആ ഖുതുബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മറ്റു ചില കാര്യങ്ങൾ മിനായിലെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അറഫാത്തിലെ പ്രസംഗത്തിന്റെ പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനായിൽ വെച്ചും 2 പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ടെന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഏതായിരുന്നാലും ആ പ്രസംഗങ്ങളിലെല്ലാം മുസ്ലിം ലോകം പ്രത്യേകമായി ഖിയാമത്ത് നാൾ വരെ അവർ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒട്ടേറെ കാര്യങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോക മുസ്ലിമീങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന നിലക്ക് പ്രസംഗിക്കുന്നു. ഹംദും സലാത്തും ആമുഖൊക്കെ പറഞ്ഞതിന്റെ ശേഷം അവിടുന്ന് പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ, അതെ, ഇതെന്റെ അവസാനത്തെ ഹജ്ജായിരിക്കാം. ഒരുപക്ഷെ ഇനി ഞാൻ ഹജ്ജ് ചെയ്തില്ലായിരിക്കാം, ഇനി ഞാൻ നിങ്ങളെ കണ്ടുമുട്ടിയില്ലായിരിക്കാം. എന്നിട്ടതാ കുറെ കാര്യങ്ങൾ പറയുകയാണ്. ജനങ്ങളെ, ഇന്ന ദിമാഅക്കും വ അംവാലക്കും ഹറാമുൻ അലൈക്കും ഇലാ അൻ തൽഖൂ റബ്ബക്കും കഹുറമതി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, മുസ്ലിമീങ്ങളെ, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുവോളം അതിന്റെ പരിപാവനത്വം നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. രക്തം എന്ന് പറയുന്നത് അതിന് വലിയ വിലയുണ്ട്. സമ്പത്ത്, മുസ്ലിമിന്റെ സമ്പത്ത്, രക്തം, അഭിമാനം എന്നൊക്കെ പറയുന്നത് വല്ലാത്ത മൂല്യമുള്ള പ്രത്യേകമായ കാര്യങ്ങളാണ്. അതൊക്കെ എത്രത്തോളം നിങ്ങൾ മാനിക്കണം. മറ്റൊരാളുടെ രക്തത്തിന്റെ പവിത്രത നിങ്ങൾ മനസ്സിലാക്കണം. സ്വന്തം രക്തത്തിന്റെ പവിത്രത പോലെ ഒരാളുടെയും രക്തം ചിന്താൻ പാടില്ല, അഭിമാനത്തെ ക്ഷതപ്പെടുത്താൻ പാടില്ല, സമ്പത്ത് കവരാൻ പാടില്ല. രക്തവും സമ്പത്തും അഭിമാനവും ഒക്കെ വളരെയേറെ ആദരിക്കപ്പെടേണ്ടവയാണ്. ഏതുപോലെ ആദരിക്കണം സഹാബിമാരെ? അവിടെ അറഫാത്തിൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിക്കുമ്പോ പറയുന്നു, ഏതുപോലെ നിങ്ങൾ ആദരിക്കേണ്ടവയാണ് ഇവയൊക്കെ. കഹുറുമത്തി യൗമിക്കും ഹാദാ, അതെ, ഇന്നത്തെ ദിവസം അറഫാ ദിനം എന്ന് പറയുന്ന ദിനത്തെ നിങ്ങൾ എത്ര കണ്ട് ബഹുമാനിക്കുന്നുവോ, എത്ര കണ്ട് ആദരിക്കുന്നുവോ, എത്ര കണ്ട് നിങ്ങൾ ഈ ദിവസത്തെ ഹുർമത്ത് പാലിക്കുന്നുവോ, അതുപോലെ തന്നെ ഫീ ശഹരിക്കും ഹാദാ, നിങ്ങളുടെ ഈ മാസത്തിലെ ഹുർമത്ത് പോലെ ഈ ദുൽഹജ്ജ് മാസത്തെ നിങ്ങൾ എത്രത്തോളം ആദരിക്കുന്നുവോ, ഫീ ബലദിക്കും ഹാദാ, നിങ്ങളുടെ ഈ രാജ്യത്ത് മക്ക എന്ന രാജ്യത്തിന്റെ പവിത്രത പോലെ ആദരിക്കപ്പെടേണ്ട മാസമായ ദുൽഹജ്ജ് മാസം പോലെ, അതുപോലെ തന്നെ നിങ്ങളിപ്പോ നിലകൊള്ളുന്ന ഈ ദിവസം പോലെ നിങ്ങൾക്കിടയിൽ ആദരവ് കൽപ്പിക്കേണ്ടുന്ന, ഒരു നിലക്കും ഹനിക്കാൻ പാടില്ലാത്ത, മോശത്തരങ്ങൾ ചെയ്തുകൂടാൻ പാടില്ലാത്ത, വളരെയേറെ നിങ്ങൾ ആദരിക്കേണ്ട കാര്യങ്ങളാണ് രക്തവും അഭിമാനവും സമ്പത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് സമൂഹത്തിന് ബോധവൽക്കരണം നടത്തുന്നു. അതുകൊണ്ട് രക്തം ചിന്തുന്നതിനെതിരെ, സമ്പത്ത് കവരുന്നതിനെതിരെ, അഭിമാനക്ഷതത്തിനെതിരെ വളരെ കൃത്യമായ ഉത്ബോധനം പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, വസതൽഖൗന റബ്ബക്കും, നിങ്ങളൊക്കെ നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരും കേട്ടോ. ഫയസ്അലുക്കും അൻ അഅമാലിക്കും, നിങ്ങളുടെ കർമ്മങ്ങളെ കുറിച്ചൊക്കെ റബ്ബ് നിങ്ങളോട് ചോദിക്കുകയും ചെയ്യും. ആ ബോധം നിങ്ങൾക്കൊക്കെ വേണം. വഖദ് ബല്ലഗ്തു, ഞാനിതാ നിങ്ങൾക്ക് ഈ കാര്യം എത്തിച്ചു തന്നിരിക്കുന്നു. പരലോകത്തെ കുറിച്ചാണ് രണ്ടാമത് ഓർമ്മപ്പെടുത്തിയത്. പരലോകത്ത് നിങ്ങളെത്തും, അല്ലാഹുവിനെ കണ്ടുമുട്ടും.
നിങ്ങളുടെ അമലുകൾ അവിടെ വിചാരണക്കെടുക്കും. അതേ, റബ്ബിന്റെ അടുത്ത് മടങ്ങിപ്പോകണം എന്ന ബോധം നിലനിർത്തണേ എന്നാണ് പിന്നെ പറഞ്ഞത്. പിന്നീട് അമാനത്തിന്റെ ഗൗരവം പറഞ്ഞു. വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന അമാനത്തിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞു. ഫമൻ കാനത് ഇൻദഹു അമാനത്തുൻ ഫൽയുഅദ്ദിഹാ ഇലാ മൻ ഇത്തമനഹു അലൈഹാ. നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ വല്ലവരും ഏൽപ്പിച്ച അമാനത്തുണ്ടെങ്കിൽ ആ അമാനത്തിനെ നിങ്ങൾ ഉടമകളിലേക്ക് തിരിച്ചേൽപ്പിക്കണേ. അമാനത്തുകൾ നിങ്ങൾ നിർവഹിക്കണം. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വല്ലതും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഉടമകളിലേക്ക് തിരിച്ചേൽപ്പിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമാനത്തിന്റെ ഗൗരവം ഖുർആൻ വളരെ പ്രാധാന്യത്തോടുകൂടി പറഞ്ഞ കാര്യമാണ്. അമാനത്ത് അത് ഉയർത്തപ്പെടുന്ന നാളാകുമ്പോൾ അന്ത്യനാളാണ് സംഭവിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതുകൊണ്ട് അമാനത്ത് സൂക്ഷിക്കണം എന്നാണ് പിന്നീട് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് ഗൗരവത്തോടുകൂടി സാമ്പത്തിക മേഖലയിലുള്ള വലിയ ഒരു തിന്മയെ കുറിച്ചാണ്. ഇന്ന കുല്ല റിബൻ മൗദൂഉ വലകും റൂസു അംവാലികും ലാ തദ്ലിമൂന വലാ തുദ്ലമൂൻ ഖലല്ലാഹു അന്നഹു ലാ റിബാ. എല്ലാ പലിശ ഇടപാടുകളും അതാ നിർത്തിവച്ചിരിക്കുന്നു. പലിശ ഇടപാടുമായി ബന്ധപ്പെട്ട് ആരൊക്കെയുണ്ടോ അതെല്ലാം നിർത്തിവെക്കണം. എല്ലാം ഇവിടെ വച്ചിതാ അവസാനിപ്പിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ മൂലധനത്തിന് മാത്രമാണ് അവകാശമുള്ളത്. നിങ്ങൾ ആരെയും ദ്രോഹിക്കാൻ പാടില്ല. സമ്പത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ആരെയും ദ്രോഹിക്കരുത്. നിങ്ങൾ ആരു മുഖേനയും ദ്രോഹിക്കപ്പെടുവാനും പാടില്ല. അതുകൊണ്ട് ദ്രോഹം നിങ്ങൾക്കോ മറ്റുള്ളവർക്കോ ഉണ്ടാവാത്ത നിലക്ക് സമ്പത്ത് നിങ്ങൾ കൈകാര്യം ചെയ്യണം. അള്ള വിധിച്ചു കഴിഞ്ഞതാണ് പലിശ പാടില്ല എന്ന്. അങ്ങനെ പലിശയുടെ ഗൗരവം പറഞ്ഞിട്ട് പറഞ്ഞു, ആർക്കെങ്കിലും ജാഹിലിയ കാലഘട്ടത്തിൽ കിട്ടാനുള്ള വല്ല കുടിശ്ശികയും പലിശ ഇനത്തിൽ ബാക്കിയുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം അതങ്ങ് കുഴിച്ചു മൂടിക്കോളണം, വിട്ടുകൊടുത്തു കൊള്ളണം. കിട്ടാനുള്ള കുടിശ്ശിക ഇങ്ങ് പിരിച്ചിട്ട് ഇനി ബാക്കി അങ്ങോട്ട് നിയമം നോക്കാം എന്നാരും ചിന്തിച്ചു പോകരുത്. ഇവിടെ വെച്ച് തീരുമാനിച്ചോളണം. ആർക്കൊക്കെ ഏതൊക്കെ വിധത്തിൽ പലിശയുടെ കുടിശ്ശിക കിട്ടാനുണ്ടോ അതെല്ലാം ഇവിടെ ഇതാ മുഴുവൻ നിർത്തൽ ചെയ്യുകയാണ്. ഇന്ന കുല്ല ശൈഇൻ മിൻ അംരിൽ ജാഹിലിയ്യതി തഹ്ത ഖദമയ്യ ഹാതൈനി മൗദൂഉ. അതേ, ജാഹിലിയ കാര്യത്തിൽപ്പെട്ട പലിശയുടേതായ എല്ലാ കാര്യങ്ങളെയും എന്റെ ഇരുകാലുകൾക്കടിയിലായി ഞാനിതാ കുഴിച്ചു മൂടുന്നു. എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. ആർക്കെങ്കിലും കിട്ടാനുള്ള പലിശയുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോളണം. വാങ്ങിയിട്ടല്ല, ക്യാൻസൽ ചെയ്യണം. ഒരിബൽ ജാഹിലിയ്യത്തി മൗദൂഉൻ, ജാഹിലിയ്യത്തിൽ നിലനിന്നിരുന്ന അതേ ആരെങ്കിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന വല്ലതുമുണ്ടെങ്കിൽ അതെല്ലാം തീർന്നിരിക്കുന്നു. ആദ്യമിതാ ഞങ്ങളുടെ കുടുംബത്തിന് കിട്ടാനുള്ള പലിശ ഇതാ ക്യാൻസൽ ചെയ്തതായി ഞാൻ തന്നെ പ്രഖ്യാപിക്കുന്നു. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, എന്റെ കുടുംബക്കാരനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന് കിട്ടാനുള്ള പലിശ ഇനത്തിലുള്ള സർവ്വ കുടിശ്ശികയും അത് കൊടുക്കേണ്ടതില്ല, അത് മുഴുവനും ക്യാൻസൽ ചെയ്തതായി എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കാര്യത്തിന് തുടക്കം കുറിക്കുന്നു. അതുകൊണ്ട് പലിശ ഇനത്തിൽ ആർക്കെങ്കിലും വല്ലതും കിട്ടാനുണ്ടെന്ന കണക്കും വെച്ച് നടക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവനും ഇതാ ഇവിടെ വെച്ച് കുഴിച്ചു മൂടിക്കൊള്ളണം. അത് മുഴുവനും റദ്ദു ചെയ്യണം, ക്യാൻസൽ ചെയ്യണം. തുടർന്നുകൊണ്ട് പറഞ്ഞത് പിന്നെ വദിമാഉൽ ജാഹിലിയ്യത്തി മൗദൂഅ, ജാഹിലിയ കാലഘട്ടത്തിലതാ പരസ്പരം പോരടിച്ചിട്ട് പക തീർക്കണം എന്ന നിലക്ക് ഇപ്പോഴും കണക്ക് തീർക്കാതെ അവസരം കിട്ടിയാ കാണിച്ചു തരാമെന്ന നിലക്ക് രക്തം ചിന്താൻ വേണ്ടി പല കൊലപാതകത്തിന്റെയും ബന്ധപ്പെട്ട ആളുകൾ, കൊല്ലപ്പെട്ടവരുടെ കൊല്ലപ്പെട്ട കുടുംബങ്ങളുടെ ബന്ധുക്കളിതാ ആ പകയും മനസ്സിൽ വെച്ചിട്ട് അവസരം വന്നു കിട്ടിയാൽ ഞാൻ വിടില്ല, അവരുടെ രക്തം ഞാൻ ചിന്തുമെന്ന നിലക്ക് കണക്ക് തീർക്കാൻ വേണ്ടി ആരെങ്കിലും കണക്ക് കൂട്ടി ഇരിപ്പുണ്ടെങ്കിൽ അതും ഇതാ ഇവിടെ വെച്ച് റദ്ദു ചെയ്തോളൂ, അത് ക്യാൻസൽ ചെയ്തോ. അതും ഞാനുമായി ബന്ധപ്പെട്ട എന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ഇബ്നു റബീഅത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ ആ പ്രശ്നത്തിലുള്ള രക്തച്ചൊരിച്ചിലും ഇതാ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ ഒന്നും പേരിൽ ആരുടെയും മനസ്സിലൊന്നും വെക്കാൻ പാടില്ല.
അങ്ങനെ ആ നിലക്കുള്ള കൃത്യമായ എല്ലാ രൂപത്തിലുള്ള ഉത്ബോധങ്ങളും നടത്തി. തുടർന്നുകൊണ്ട് പറഞ്ഞു, ഇന്ന ശൈത്താന ഖദ് യഇസ മിൻ അൻ യുഅബദ ബി അർദികും ഹാദിഹി അബദാ വലാകിന്നഹു റദിയ അൻ യുതഅ ഫീമാ സിവാ ദാലിക മിമ്മാ തുഹഖിറൂന മിൻ അഅമാലികും ഫഹ്ദറൂഹു അലാ ദീനികും. നിശ്ചയമായും ശൈത്താൻ നിങ്ങളുടെ ഈ മണ്ണിൽ അവൻ നേർക്കുനേരെ അവൻ പൂജിക്കപ്പെടുന്നതിൽ നിന്ന് അവന് നിരാശയുണ്ട്. പക്ഷേ അവന്റെ പ്രവർത്തനം ശൈത്താൻ അവസാനിപ്പിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചു പോകണ്ട. അവനെ നിങ്ങൾ അനുസരിക്കണം. അവൻ പറയുന്നതിന്റെ പിന്നാലെ ആളുണ്ടാകണം എന്നതാണ് അവന്റെ താല്പര്യം. അതുകൊണ്ട് നിങ്ങൾ നിസ്സാരമായി അവനെ കാണരുത്. നിങ്ങളുടെ ദീനിന്റെ കാര്യത്തിൽ ശൈത്താനെ നിങ്ങൾ പേടിച്ചോ. ശൈത്താന്റെ ദുർബോധനത്തിൽ അകപ്പെട്ടു പോകാതെ ശൈത്താനെ കുറിച്ചുള്ള നല്ല ആ രൂപത്തിലുള്ള പേടി. ശൈത്താൻ എന്നെ പഴപ്പിക്കുമോ, അവൻ എന്നെ വിശ്വാസത്തിൽ പഴപ്പിക്കുമോ, ആദർശത്തിൽ പഴപ്പിക്കുമോ, സ്വഭാവത്തിൽ ചതിക്കുമോ, ഏതൊക്കെ രൂപത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ ഇന്ന ശൈത്താന ലക്കും അദുവൻ ഫത്തഖിദൂഹു അദുവാ. ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്. അവനെ നിങ്ങൾ ജന്മശത്രുവായി തന്നെ കാണണം. അവനും അവന്റെ പാർട്ടിയും ജനങ്ങളെ ക്ഷണിക്കുന്നത് ജനങ്ങളൊക്കെ നരകാവകാശികളായി മാറാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ശൈത്താന്റെ കാലടിപ്പാടുകൾ പിന്തുടരാതെ നല്ല ജാഗ്രതയിലിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഓരോ കാര്യങ്ങളും ഒരുപാട് വിശദീകരിക്കാറുണ്ട്. തുടർന്നുകൊണ്ട് അവിടുന്ന് പറഞ്ഞത് സമൂഹത്തിന്റെ പാതിയായ സ്ത്രീ ഭാഗത്തെ സംബന്ധിച്ചാണ്. അവിടുത്തെ പ്രസംഗത്തിൽ പറയുന്നു, ഫത്തഖുല്ലാഹ ഫിന്നിസാ. ജനങ്ങളെ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചോളണം. ഫഇന്നകും അഖദതുമൂഹുന്ന ബിഅമാനത്തില്ലാഹി വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാഹ്. നിങ്ങളവരെ വിവാഹം കഴിച്ചിട്ടുള്ളത്, നിങ്ങളവരെ ഏറ്റെടുത്തിട്ടുള്ളത് അല്ലാഹുവിന്റെ ഒരമാനത്തെന്ന നിലക്കാണ് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. വധുവിന്റെ വലിയന്റെ കയ്യിൽ നിന്ന് നാം പെണ്ണിനെ ഏറ്റെടുത്തത് അല്ലാഹുവിന്റെ ഒരു അമാനത്തെന്ന നിലക്ക് നമ്മൾ ഏൽപ്പിച്ച അമാനത്താണത്. അത് വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം, വളരെ ശ്രദ്ധയോടെ കൊണ്ടു നടക്കണം. അവരുടേതായ കാര്യങ്ങളിൽ നിങ്ങൾ വളരെ സൂക്ഷ്മത പാലിക്കണം. അല്ലാഹുവിന്റെ കലിമത്തിന്റെ പേരിലാണ് അവരുമായുള്ള സഹശയനം നിങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത്. അവരുമായി നിങ്ങൾ ശരീരം പങ്കിടുന്നത് അത് നിങ്ങൾക്ക് അല്ലാഹു അനുവദിച്ചു തന്നത് റബ്ബിന്റെ പേരിൽ നിങ്ങൾ വാങ്ങിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതുകൊണ്ട് അവരുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരുപാട് കടമകൾ നിങ്ങൾക്ക് അവരോടുണ്ട്, അവർക്ക് നിങ്ങളോടുമുള്ളതുപോലെ. ഇന്നലക്കും അലൈഹിന്ന, ആ സ്ത്രീകൾക്ക് നിങ്ങളോട് ചില കടമകളുണ്ട്. അല്ലാ യുതിന ഫുറുശക്കും മഹദൻ തക്റഹൂനഹു, നിങ്ങൾക്കിഷ്ടമില്ലാത്തവരെ നിങ്ങളുടെ വിരിപ്പിൽ ചവിട്ടാൻ അവര് അനുവാദം കൊടുക്കരുത്. നിങ്ങൾക്കിഷ്ടമില്ലാത്തവര് നിങ്ങളുടേതായ കിടപ്പറയിൽ വരാൻ പാടില്ല. അതെ, നിങ്ങളുമായി സംസാരിക്കാനും ആ നിലക്കുള്ള കാര്യം ഒക്കെ സൂക്ഷിക്കണം. അങ്ങനെ അവരിൽ നിന്ന് നിങ്ങൾക്ക് അസഹനീയമായ വല്ലതും കണ്ടു കഴിഞ്ഞാൽ ഫൈൻ ഫഅൽന ദാലിക ഫദ്രിബൂഹുന്ന ദർബൻ ഗൈറ മുബർരിഹിൻ, അടി കൊടുക്കേണ്ടത് അവരെ നിങ്ങൾ അടിച്ചേക്കുക. എങ്ങനെ? പൊട്ടും മുറിവും ചതവും പരിക്കുമൊന്നും ഏൽപ്പിക്കാത്ത നിലക്ക്. അതേ, ഒരു ശിക്ഷണമുറ നിങ്ങൾക്ക് അവരോട് അത്തരം ഘട്ടങ്ങളിൽ സ്വീകരിക്കാവുന്നതാണ്.